ഹായ് ഗായ്സ്, ഇതൊരു മോർണിംഗ് വ്ളോഗാണ്. ഇപ്പോൾ എഴുന്നേൽക്കാൻ ഭയങ്കര ലേറ്റ് ആവലാണ്, 6 മണിയൊക്കെ ആവുന്നുണ്ട്. അപ്പം ഞാൻ തലേന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ലേറ്റ് ആവുന്നതുകൊണ്ടാണോ അതോ അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എഴുന്നേറ്റ് ഓഫാക്കിയിട്ട് പിന്നെയും കിടക്കുമ്പോൾ ലേറ്റ് ആവുമല്ലേ ചെയ്യുക. അങ്ങനെ സംഭവിക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും മുഖം കഴുകി ഫ്രഷായിട്ട് കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പാലെടുത്ത് നോക്കുകയാണ് കേട്ടോ. ഇവിടെ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് പാൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ ചൂട് കാലാവസ്ഥയിൽ പാൽ കേടാവും പെട്ടെന്ന്. അതുകൊണ്ട് കേടായോ നോക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് തിളപ്പിച്ച് വെക്കലാണ്. അപ്പോൾ കേടായോ നോക്കിയതാണ്. അതിനുശേഷം ഞാൻ പല്ല് തേച്ചു. പിന്നെ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഏട്ടനോട് പത്തിരിപ്പൊടി വാങ്ങാൻ പറഞ്ഞിരുന്നു. നമ്മളെ സ്പെഷ്യാലിറ്റി അല്ല പത്തിരി എന്നുള്ളത് അറിയാമല്ലോ. എന്നാലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും ശരിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എന്തായാലും ഞാനെന്നും അത് ഉണ്ടാക്കാൻ നോക്കിയിട്ടോ. ഇന്നും ശരിയായിട്ടൊന്നുമില്ല, എന്നാലും ശ്രമിക്കും. അതിന് ശേഷം ഞാൻ ഗ്ലാസ്സൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് പാട് ഗ്ലാസ്സൊക്കെ ഒന്ന് ഇങ്ങനെ സോപ്പിട്ടിട്ട് കഴുകും. പിന്നെ സോപ്പിട്ട് കഴുകിയില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഗ്രീൻ പീസ് തലേന്ന് രാത്രി വെള്ളത്തിലിട്ടിരുന്നു. അത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി എടുക്കുകയാണ്. കഴുകിയതാണ്, എന്നാലും ഒന്നും കൂടെ കഴുകി. അതിനുശേഷം ഞാൻ പച്ചക്കറികൾ ക്യാരറ്റ്, ഉള്ളി, തക്കാളി ഒക്കെ കൂടി കറിയിലേക്ക് അരിഞ്ഞ് വെക്കുകയാണ്. അതിൻ്റെ പകുതി ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി ക്യാരറ്റ് ഞാൻ ചെറിയാക്ക് എന്താണ് പറയുക വേവിച്ച് ഉടച്ചു എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ കാപ്പിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നും ഇങ്ങനെ തന്നെയാണ്. കാപ്പി അവിടെ എടുത്ത് ഒഴിച്ച് വെക്കെങ്കിലും കൂടെ തണിഞ്ഞാറിയിട്ട് തിരക്കൊക്കെ കഴിയുമ്പോഴാണ് കേട്ടോ എടുത്ത് കുടിക്കൽ. സാധാരണ ചൂടോടെ കുടിക്കണ്ടേ. അപ്പോൾ ഞാനിതൊക്കെ സെറ്റാക്കി കുക്കർ അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി. അപ്പോൾ ഒരു 6:30 ആയി തോന്നുന്നു കേട്ടോ. ഞാൻ എന്തായാലും ആ കാപ്പി എടുത്തിട്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഒന്നും ഇരിക്കലില്ല കേട്ടോ. എൻ്റെ മുടീൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കൊഴിച്ചിൽ, പറഞ്ഞാൽ കൊഴിച്ചിൽ. വാരിയാലും കൊഴിച്ചിലാണ്, മുടി വാരിയില്ലെങ്കിലും കൊഴിച്ചിലാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവശേഷം ഉണ്ടാവുന്നതായിരിക്കാം. എനിക്ക് തേങ്ങ വെട്ടുന്നതിന് കുറച്ചൊരു പരിചയക്കുറവുണ്ട് കേട്ടോ. തേങ്ങ വെട്ടും, പക്ഷേ ഈ വെള്ളം കളയാതെ എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. നിറച്ചോ പകുതി മുക്കാൽ വെള്ളം താഴെ പോയിട്ടോ. എന്നാലും ടേസ്റ്റ് ഇല്ല. അതാണ് എൻ്റെ മുഖഭാവം അങ്ങനെ. അതിനുശേഷം കുറച്ച് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാത്രങ്ങളൊക്കെയാണ് ഈ കഴുകുന്നത് കേട്ടോ. അതൊക്കെ കഴുകി അതിൻ്റേതായ സ്ഥാനത്ത് അങ്ങ് വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് വന്നതാണ് കേട്ടോ. പണ്ട് അവിടെ പാത്രമില്ലേ ചായ ഉണ്ടാക്കി അടുക്കളയിൽ കയറ്. പിന്നെ ഞാനും ചായ കുടിക്കാനിരുന്നു കേട്ടോ. ഏട്ടൻ പോകുന്നതിന് മുമ്പ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബായ്.